ഇനി വെറും 30 ദിവസങ്ങൾ കഴിഞ്ഞാൽ CBSE ക്ലാസ് 10 ബോർഡ് എക്സാം ആരംഭിക്കുകയാണ്. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഈ 3 സബ്ജക്ട്സിലെ ബോർഡ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമേ തന്നെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷനിൽ നിന്ന് ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ബേണിംഗ് ഓഫ് മഗ്നീഷ്യം റിബണിനെ ബേസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. ആദ്യമേ തന്നെ മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ചൈന ഡിഷിൽ കിട്ടുന്ന റെസിഡ്യൂ എന്ത് കോമ്പൗണ്ട് ആണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലെയിം എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യനും നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. മെൽറ്റിംഗ് ഓഫ് വാക്സ്, ബേണിംഗ് ഓഫ് വാക്സ്, ഇതിൽ ഏതാണ് ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഷുവർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നുകൊണ്ട് അത് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിന്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ലെഡ് നൈട്രേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രൗൺ ഫ്യൂംസ് ഏത് കോമ്പൗണ്ട് ആണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ വേരിയസ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഏതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.